ബിഗ് ബോസ് മലയാളം സീസൺ 7 12ാമത്തെ ആഴ്ചയിലെ നോമിനേഷൻസ് ആണ്. അപ്പൊ ബിഗ് ബോസ് ഒരു ട്വിസ്റ്റോട് കൂടി തന്നെയാണ് നോമിനേഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്, ആരൊക്കെയാണ് ഈ ഒരാഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത്, പുറത്തേക്ക് ആര് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരാഴ്ചയും ഓപ്പൺ നോമിനേഷൻ തന്നെയാണ്. എന്നാൽ കണ്ടസ്റ്റൻസ് എല്ലാം ഓപ്പൺ നോമിനേഷൻസിന് വേണ്ടി ലിവിംഗ് റൂമിൽ എല്ലാവരും വന്നിട്ട് ലാസ്റ്റ് പോകാം, ഓരോരുത്തരുടെയും നോമിനേഷൻസ് ഒക്കെ നോക്കി ചെയ്യാമെന്ന് കരുതി എല്ലാവരും വന്നിരുന്നപ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞു, അങ്ങനെയൊന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തുകൊള്ളൂ, ഞാൻ ഓരോ ആൾക്കാരുടെ പേര് വിളിച്ചു കൊള്ളാം. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നോമിനേഷൻ ആരൊക്കെയാണോ അവരുടെ പേര് പറഞ്ഞാൽ മതി. സോ അവരുടെ ആദ്യത്തെ പ്ലാൻ പൊളിഞ്ഞു. എന്നാൽ പോലും എല്ലാവർക്കും ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കേട്ടിട്ട് തന്നെ അവർക്ക് വ്യക്തമായിട്ട് വേണമെങ്കിൽ എല്ലാവരെയും ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും മാക്സിമം ചെയ്തിട്ടുണ്ട്. നോക്കിയിരുന്നെങ്കിൽ എല്ലാവരെയും നോമിനേഷനിൽ എത്തിക്കാമായിരുന്നു. എനിവേസ് 9 കണ്ടസ്റ്റൻസിൽ 7 കണ്ടസ്റ്റൻസ് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. 2 പേര് എസ്കേപ്പ് ആയിട്ടുണ്ട്, നമ്മുടെ ഷാനവാസും ആദിലയും. സോ നമുക്ക് നോക്കാം ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. നമ്മുടെ അനീഷ് സാബുമാനെയും നൂറയും നോമിനേറ്റ് ചെയ്തു. നെവിൻ സാബുമാനെയും അനുമോളെ നോമിനേറ്റ് ചെയ്തു. ആര്യൻ ഷാനവാസിനെയും അനീഷിനെയും നോമിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ അനുമോൾ നെവിനെയും അക്ബറിനെ നോമിനേറ്റ് ചെയ്തു. അക്ബർ നൂറയെയും ആദിലെ നോമിനേറ്റ് ചെയ്തു. നൂറ അക്ബറിനെയും ആര്യനെയും നോമിനേറ്റ് ചെയ്തു. സാബുമാൻ നെവിനെയും അനീഷിനെ നോമിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ആദില അക്ബറിനെയും അനീഷിനെയും നോമിനേറ്റ് ചെയ്തു. ഷാനവാസ് ആര്യനെയും അനുമോളെ നോമിനേറ്റ് ചെയ്തു. സോ ഇതിൽ ഷാനവാസും ആദിലയും ഈ ഒരു നോമിനേഷനിൽ വരാതെ എസ്കേപ്പ് ആയപ്പോൾ ബാക്കി എല്ലാവരും തന്നെ 2-3 വോട്ടുകളുമായിട്ട് ഈ ഒരു നോമിനേഷനിൽ വന്നിട്ടുണ്ട്. സാബുവാൻ 2 വോട്ടുകളുമായിട്ട്, നൂറ 2 വോട്ടുകളുമായിട്ട്, അക്ബർ 3 വോട്ടുകളുമായിട്ട്, നെവിൻ 2 വോട്ടുകളുമായിട്ട്, അനീഷ് 3 വോട്ടുകളുമായിട്ട്, ആര്യൻ 2 വോട്ടുകളുമായിട്ട്, അനുമോൾ 2 വോട്ടുകളുമായിട്ട്. ഇതിൽ നമ്മുടെ സാബുമാനും അതുപോലെ തന്നെ ആദിലയും കൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ അവര് വെറുതെ ഒരു വോട്ട് വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. ആദിലയാണ് മെയിൻ ആയിട്ട് വോട്ട് വേസ്റ്റ് ആക്കി കളഞ്ഞിരിക്കുന്നത്. കാരണം ഓൾറെഡി 2 വോട്ടുകൾ കിട്ടിയിട്ടുള്ള അക്ബറിനും അനീഷിനുമാണ് ആദില വോട്ട് ചെയ്തിരിക്കുന്നത്. അതിന് പകരം മറ്റൊരാളിലേക്ക് വോട്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ എല്ലാവരും തന്നെ നോമിനേഷനിലേക്ക് വന്നേനെ. ബട്ട് അത് കുഴപ്പമില്ല, ആദിലയുടെ ഒരു ബ്രില്യൻ ഗെയിം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഷാനവാസിനെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷാനവാസ് തിരിച്ചും ചെയ്യും. അതുകൊണ്ട് നോമിനേഷനിൽ നിന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് സേഫ് ആയിട്ട് ഒരു ഗെയിം കളിച്ചു, സ്വയം സേവ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 12ാമത്തെ ആഴ്ചയിലെ നോമിനേഷൻസിൽ വന്നിരിക്കുന്ന 7 കണ്ടസ്റ്റൻസ് ഇവരൊക്കെയാണ്: സാബുമാൻ, നൂറ, അക്ബർ, നെവിൻ, അനീഷ്, ആര്യൻ, അനുമോൾ. സോ നിങ്ങൾ പ്രേക്ഷകർ പറയുക, ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ ആരായിരിക്കും ഈ ഒരാഴ്ച പുറത്തേക്ക് പോകാൻ സാധ്യതകൾ എന്നൊക്കെ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.